നമസ്കാരം, വെൽക്കം ടു Shynibindhusworld. നമുക്കിന്ന് നോർമൽ ഫേസ് വാഷിനെ നമുക്ക് എങ്ങനെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷായിട്ട് മാറ്റാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിറ്റാമിൻ B3 പൗഡർ അല്ലെങ്കിൽ നിയാസിനമൈഡ്. ഇതിനു മുമ്പ് നമ്മളൊരു നിയാസിനമൈഡിൻ്റെ സിറം നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർ പോയി കണ്ടു നോക്കാം. അപ്പം ഇത് നിയാസിനമൈഡിനെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മുടെ സ്കിന്നിനെ യങ്ങായിട്ടും എപ്പോഴും ഈ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഈ മുഖത്തുള്ള ചുളിവുകളെല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് ഈവൻ ടോൺ കൊടുക്കാനും നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്നാണ് നിയാസിനമൈഡ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോജിക് ആസിഡ്. കോജിക് ആസിഡോ അതൊക്കെ നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പേടിക്കും. അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, കുമ്മിൾ, അതിൽ നിന്ന് എടുക്കുന്നതാണ് ഈ കോജിക് ആസിഡ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും കോജിക് ആസിഡ് ചേരുന്ന എല്ലാ പ്രോഡക്ട്സും കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് വൈറ്റൻ ചെയ്യാൻ, സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സ്പൂണിൽ 4 സ്പൂൺ ഫേസ് വാഷ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ, നിങ്ങൾ എന്ത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അതിൽ 4 ടീസ്പൂൺ എടുക്കുക. അപ്പം ഞാനിവിടെ 4 ടീസ്പൂൺ എടുക്കുകയാണ്. 4 ടീസ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ B3 പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 1 ഗ്രാമിൽ താഴെ ഇട്ട് കൊടുക്കുകയാണ്. .80 ഗ്രാം ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് കോജിക് ആസിഡ് പൗഡർ. അപ്പോൾ നമുക്കൊരു ഒരു പിഞ്ച് കോജിക് ആസിഡ് മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിതിനെ തനിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കണ്ടോ ഒരു പിഞ്ച് കോജിക് ആസിഡ് എടുത്തു. അതിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാൻ അളവിന് DM വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും മിക്സ് ആവാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു പൊടി പോലും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വിറ്റാമിൻ B3 പൗഡർ പെട്ടെന്ന് ഇതിൽ അലിഞ്ഞ് ചേർന്നോളും. പക്ഷേ കോജിക് ആസിഡ് എപ്പോഴും ഇതേപോലെ നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലോലി ആൻഡ് ജെൻ്റലി ആയിട്ട് തന്നെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന് ഒത്തിരി അങ്ങ് പതഞ്ഞ് പൊങ്ങും. അത് കാരണം സ്ലോ ആയിട്ടും ജെൻ്റലായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ഇവിടെ റെഡിയാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിലിൽ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. വെറുതെ എടുത്ത് ഫേസ് ഇങ്ങനെ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മുഖം ഒന്ന് നനച്ച് വെച്ചിട്ട് ഈ ഫേസ് വാഷിനെ എടുത്ത് ഒരു 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റിലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യണം. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഓയിലെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അതിനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായിരിക്കും. എപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ചെയ്താലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.